ഹായ്, എല്ലാവർക്കും 4K ഫിലിം എൻ്റർടൈൻമെൻറ്റ്സിലേക്ക് സ്വാഗതം. ഇത് നമ്മുടെ ഫുഡ് സ്പോട്ടിൽ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു അടിപൊളി സോഫ്റ്റ് ഡ്രിങ്ക് ആണ്. നമ്മുടെ ഉണക്കുകാലമൊക്കെ ഇനി വന്നു. അപ്പോൾ നമുക്ക് അടിപൊളി ടേസ്റ്റി ആയിട്ട് ഒരു സോഫ്റ്റ് ഡ്രിങ്ക് നമുക്ക് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന സോഫ്റ്റ് ഡ്രിങ്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ റോസ് മിൽക്കാണ്. തമിഴ്നാട്ടിലൊക്കെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ളൊരു ഐറ്റമാണ്. നമ്മൾ വിജയാനന്ദൻ്റെയൊക്കെ പടത്തിലൊക്കെ കണ്ടിട്ടുള്ളതാണ് റോസ് മിൽക്ക്. അപ്പം അടിപൊളിയായിട്ട് റോസ് മിൽക്ക് ഉണ്ടാക്കിയെടുക്കാം. അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് റോസ് മിൽക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ റോസ് മിൽക്ക് ഉണ്ടാക്കാൻ വേണ്ടുന്ന ഐറ്റംസ് ഒക്കെ നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട്. നമുക്ക് റോസ് മിൽക്ക് ഉണ്ടാക്കാൻ വേണ്ടുന്ന ആദ്യത്തെ ഐറ്റം എന്ന് പറയുന്നത് പാലാണ്. ഇതിപ്പോൾ നല്ലോണം ഒന്ന് തിളപ്പിച്ച് ആറ്റി തണുപ്പിച്ച് ഫ്രിഡ്ജ് വെച്ച് തണുപ്പിച്ച പാലാണ്. അത് ഞാനിപ്പോൾ ഒരു ലിറ്റർ എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് നമ്മുടെ കസേഴ്സാണ്, സബ്ജ, അതൊന്ന് കുതിർത്തെടുത്തിട്ടുണ്ട്. അതൊരു 2 ടീസ്പൂൺ കുതിർത്തതാണ്, ഒരു ഗ്ലാസോളം വരും. പിന്നെ ഒരു ബൗൾ പഞ്ചസാര, ഒരു 2 ടീസ്പൂൺ പഞ്ചസാരയുണ്ട്. പിന്നെ കുറച്ച് ഐസ് ക്യൂബ്. പിന്നെ അടുത്ത മെയിൻ ഇൻഗ്രീഡിയൻറ്റ് എന്ന് പറയുന്നത് ഇത് നമ്മുടെ റോസ് ഫ്ലേവറാണ്. ഈറ്റ് ചെയ്യാൻ പറ്റുന്ന റോസ് ഫ്ലേവറാണ്, നമുക്ക് ഉള്ളിൽ കഴിക്കാൻ പറ്റുന്ന റോസ് ഫ്ലേവറാണ്. അതാണ് നമ്മുടെ ഈ റോസ് മിൽക്കിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ്. ഇത് നമ്മുടെ മാർക്കറ്റിൽ ഒരു 30 രൂപയോളം വിലയുള്ളൂ. നല്ല ഒരു പ്രോഡക്റ്റാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ റോസ് മിൽക്ക് ഉണ്ടാക്കിയെടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ ഐസ് ക്യൂബ് ആദ്യമേ അതിനകത്തോട്ട് അങ്ങ് ഇട്ട് കൊടുക്കാം. നല്ല തണുപ്പിച്ച പാലാണ്, എന്നാലും കുഴപ്പമില്ല. നമ്മുടെ ഐസ് ക്യൂബ് അങ്ങോട്ട് ഇട്ട് കൊടുത്തു. ഇനി അടുത്ത പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ 2 ടേബിൾ സ്പൂൺ എടുത്തതാണ് കസകസ്, അത് കുതിർപ്പിച്ചതാണ്. അത് നമുക്ക് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് സ്പൂണിട്ട് ഒന്ന് മിക്സ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് നമ്മളൊരു ബോൾ പഞ്ചസാര എടുത്തിട്ടുണ്ട്. പഞ്ചസാര ഒരു ബോൾ എന്ന് പറയുമ്പോൾ ഒരു 2 സ്പൂണോളം വരും. അത് നമുക്ക് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഓക്കെ, പഞ്ചസാര ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് മിക്സ് ചെയ്യാം. അടുത്തതാണ് നമ്മുടെ മെയിൻ ഐറ്റം ആയിട്ടുള്ള നമ്മുടെ ഈ റോസിൻ്റെ ഫ്ലേവർ. ഇത് നമുക്ക് ഉള്ളിൽ കഴിക്കാൻ പറ്റുന്ന ടൈപ്പ് ഫ്ലേവറാണ്. നമുക്ക് നമ്മുടെ ഡ്രോപ്പ് ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 5 ഡ്രോപ്പ് ഒഴിക്കുകയാണ്. നിങ്ങൾ ശ്രദ്ധിച്ചൊഴിക്കണം, കൂടുതൽ ഒഴിക്കണ്ട. ഇപ്പോൾ ഒഴിച്ചിട്ട് നമുക്കിത് അടിപൊളിയായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. കണ്ടോ, നല്ല റോസ് കളറായിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് സെർവ് ചെയ്യാം. അപ്പോൾ നമ്മുടെ റോസ് മിൽക്ക് നമ്മൾ അടിപൊളിയായിട്ട് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് കുടിച്ചു നോക്കാം. അടിപൊളി ടേസ്റ്റാണ്, നിങ്ങളും ട്രൈ ചെയ്ത് നോക്കണം. അടിപൊളിയായിട്ടിരിപ്പുണ്ട്. നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക. എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം. വളരെ എളുപ്പത്തിൽ നമുക്ക് ഈ ഉഷ്ണമുള്ള സമയത്തൊക്കെ ഉണ്ടാക്കി കുടിക്കാൻ പറ്റുന്ന ഐറ്റമാണ്. മാത്രമല്ല നമ്മുടെ വീട്ടിലിപ്പം അൺഎക്സ്പെക്റ്റഡ് ആയിട്ടൊരു വിരുന്നുകാർ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ എസൻസ് വാങ്ങിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വെറൈറ്റി ആയിട്ട് പെട്ടെന്നൊരു റോസ് മിൽക്ക് ഉണ്ടാക്കി കൊടുക്കാം. അപ്പോൾ അടിപൊളിയാണ്, നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക. എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി ഒരു അടിപൊളി വീഡിയോ വരുന്നിടം വരെ ബൈ ബൈ.